ഒരു മനുഷ്യന് നന്മയും തിന്മയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യന് അള്ളാഹു തആല ഇതേ സംവിധാനത്തോട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സൃഷ്ടിച്ച അള്ളാഹു തആല എന്തുകൊണ്ടാണ് പിന്നെ ആ മനുഷ്യനെ ഇങ്ങനെ ആക്കുന്നത്? ഇപ്പോൾ കുറേ പേരെ നല്ലവരാക്കുന്നു, കുറേ പേരെ ഈ പറഞ്ഞ രീതി കള്ളുകൂടിയനും മറ്റുള്ള രീതിയിലേക്ക് മാറ്റുന്നു. അപ്പം ഇത് അള്ളാഹു തആല തന്നെ ഇതാക്കുന്നില്ലേ? ഈ ആക്കണത് അള്ളാഹു ആണെന്ന് പറയുന്നിടത്താണ് അതിന്റെ പ്രശ്നം. ആക്കണത് അള്ളാഹു അല്ല, ഈ ആവണവും തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ്, ഞാനിങ്ങനെ കാർ ഓടിച്ചു വരികയാണ്. ആ കാറ് വലതുവശത്തേക്കും ഇടതുവശത്തേക്കും തിരിക്കാൻ പറ്റും എന്ന് സങ്കല്പിച്ചോളൂ. സാധാരണ അങ്ങനെയല്ലേ കാറൊക്കെ ഉണ്ടാവുക, അല്ലേ? എന്നിട്ട് വലതുവശത്ത് നല്ല സൂപ്പറായ റോഡുണ്ട്, ഇടതുവശത്ത് ആകെ ഗട്ടറൈസ്ഡ് കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡുണ്ട്. അത് പോയി വീണത് അഗാധമായൊരു കുഴിയിലേക്കാണ്, അതിലാകെ മുള്ളും കമ്പിയൊക്കെ വിതറിയിട്ടുണ്ട്. അവിടെ എത്തി. ഇപ്പൊ നമ്മളിങ്ങനെ ടീ പോലെ ആവുകയാണ് കേട്ടോ, റോഡ് ടീ പോലെ ആവുകയാണ്. ഈ വലതുവശത്തേക്ക് പോണത് നല്ല റബ്ബറൈസ്ഡ് നല്ല അടിപൊളി ലൈറ്റൊക്കെ വെച്ച റോഡാണ്. ഇടതുവശത്തേക്ക് പോണത് പറ്റേ മോശം പിടിച്ച റോഡാണ്. അവിടെ എത്തിയിട്ട് ഡ്രൈവറാകുന്ന ചങ്ങാതി ഇടതുവശത്തേക്ക് വണ്ടി വിട്ടു, ടയർ പഞ്ചറായി വീണു, കുഴിയിലൊക്കെ വീണു. ഈ കാറ് നിർമ്മിച്ച ചങ്ങാതിമാര് ഇടതുവശത്തേക്ക് തിരിക്കുമ്പോൾ അത് തിരിയണ സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുപോയത് എന്ന് അവൻ ആക്ഷേപിച്ച് അങ്ങനെ ഉണ്ടാവും. അവൻ അങ്ങനെ വിചാരിക്കുകയാണ്, എൻ്റെ കാർ എങ്ങനെ തിരിച്ചാലും വലതുവശത്തേക്കേ പോവായിരുന്നു എങ്കിൽ ഞാൻ എന്തായാലും ഇടതുവശത്ത് കൊണ്ടു കയറൂലായിരുന്നല്ലോ, എൻ്റെ കാറ് കേടുവരൂലായിരുന്നല്ലോ, വീഴൂലായിരുന്നല്ലോ എന്നൊക്കെ ഒരാൾ വിചാരിച്ചു എന്ന് കരുതിക്കോളൂ. എന്നിട്ട് കാർ കമ്പനിയെ കുറ്റപ്പെടുത്തിയാൽ അങ്ങനെ ഉണ്ടാവും. സത്യത്തിൽ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും തിരിക്കാൻ പറ്റും വിധത്തിലാണ് കാറ് സംവിധാനിച്ചിട്ടുള്ളത്. വേറെ കുറെ ആളുകൾക്ക് മനോഹരമായി വലതുവശത്തു കൂടി ഓടിച്ചു പോകുന്നുണ്ട്, അവർക്കൊന്നും പറ്റണില്ല. ഇവൻ അവിടെ വെച്ച് കുരുത്തക്കേട് കാണിക്കുകയാണ്, ഇങ്ങോട്ട് ഇടതുവശത്തേക്ക് വണ്ടി ഓടിക്കുകയാണ്. വലതുവശത്തേക്ക് തിരിക്കാൻ പറ്റുമ്പോൾ തന്നെ അപ്പൊ മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് നന്മയും തിന്മയും തെരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. നന്മ തെരഞ്ഞെടുക്കാൻ വേണേൽ തിന്മ തെരഞ്ഞെടുക്കാൻ വേണേൽ ഇന്നതേ തെരഞ്ഞെടുക്കാവൂന്ന് റബ്ബ് ആരെയും നിർബന്ധിക്കൂല. എല്ലാത്തിൻ്റെയും ഗുണം പറഞ്ഞു കൊടുക്കും, ദോഷവും പറഞ്ഞു കൊടുക്കും. ഇതിലൂടെ പോയാൽ ഗുണത്തിലെത്തുന്നും പറയും, ഇതിലൂടെ പോയാൽ തിന്മയിലെത്തുന്നും പറയും. ഏതിലേക്ക് പോകണം എന്നത് തിരഞ്ഞെടുക്കാനുള്ള ഫ്രീവിൽ, ഇച്ഛാ സ്വാതന്ത്ര്യം, ഇഖ്തിയാർ അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്നു. അപ്പൊ ഒരു മനുഷ്യൻ ഇടതുവശത്തേക്ക് പോകണം, കുണ്ടില് വീഴണം, കാറ് കേടേറണം, പരിക്ക് പറ്റണം എന്ന് തീരുമാനിച്ച് അങ്ങോട്ട് തിരിച്ചാൽ അതിന്റെ എല്ലാ ശിക്ഷയും അവൻ അനുഭവിക്കേണ്ടി വരും. ഞാൻ പറയാം, ആ ഒരു തീരുമാനം അള്ളാഹ് എടുക്കണതല്ല. അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇവൻ അങ്ങോട്ട് തിരിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു തീരുമാനിച്ചിട്ടേ ഇല്ല. പിന്നെ ഒരു വിഷയമുള്ളത് എന്താണെന്നറിയോ, ഈ ചങ്ങാതി അങ്ങോട്ടേ തിരിക്കുള്ളൂ എന്ന് ഭാവി ഭൂതം വർത്തമാനം അങ്ങനത്തെ വ്യത്യാസമൊന്നും ഇല്ലാത്ത റബ്ബിന് മുൻകൂട്ടി അറിയാം എന്നത് റബ്ബിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഇന്നതേ അവൻ തെരഞ്ഞെടുക്കണം എന്നല്ല, പിന്നെ അവൻ ഇന്നത് തെരഞ്ഞെടുക്കും എന്നുള്ളത് റബ്ബിന് ഭാവി മൂലം വർത്തകാലമൊന്നും ഇല്ലാത്തത് കൊണ്ട് മനസ്സിലായി എന്നത് റബ്ബിന്റെ കുഴപ്പമല്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ ചെറിയ മേശ നമ്മൾ മൂന്നായിട്ട് പകുക്കുക, പാർട്ട് ചെയ്യുക. ഒരു ഉറുമ്പ് ഇവിടുന്ന് അങ്ങനെ നടന്നു പോവാണ്. ഉറുമ്പിന് 1 ഇഞ്ച് പരിധിയിലേ കാഴ്ചയുള്ളൂ. ആ ഉറുമ്പ് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒന്നാമത്തെ കള്ളി ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രസന്റ് ആണ്, വർത്തമാനാണ്, അല്ലേ? വർത്തമാനകാലല്ലേ ആണ്. ഒന്നാമത്തെ വര കയറി ഉറുമ്പട് പോകുമ്പോ അത് വരെയുള്ളത് ഉറുമ്പിനെ സംബന്ധിച്ച് ഭൂതാണ്. ഈ സെന്ററിലുള്ളത് വർത്തമാനാണ്, അല്ലേ? നേരെ മറിച്ച് ഇതിന്റെ മുന്നേ ഉള്ളതോ, ഇപ്പൊ അദ്ദേഹം നിലകൊള്ളുന്ന ഉറുമ്പ് നിലകൊള്ളുന്ന സെന്ററിന്റെ അപ്പുറത്തുള്ളത് ഉറുമ്പിനെ സംബന്ധിച്ച് ഭാവിയാണ്. നിങ്ങളിവിടെ ഉണ്ടോ? നമ്മൾ ഈ മേശയെ മൂന്നായിട്ട് ഒരു വരട്ടും, ഒരു ഉറുമ്പ് ഇവിടുന്ന് അങ്ങനെ പോവാണ്. ഒന്നാമത്തെ വരത്തോളം അതിന് ആ ഒരു മേഖല പ്രസന്റ് ആണ്, വർത്തമാനാണ്. ഒന്നാമത്തെ വരട് കഴിഞ്ഞാൽ അതുവരെയുള്ളത് അതിനെ സംബന്ധിച്ച് ഭൂതാണ്. അവിടുന്ന് അങ്ങനെ പോയിട്ട് അത് അപ്പുറത്ത് എത്തോളം അതിന്റെ ആ രണ്ടാം വരന്റെ അപ്പുറമുള്ളത് ഭാവിയാണ്, അല്ലേ? വേറെ വെച്ച് ഉസ്താദന്മാരും ഞാനൊക്കെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഇത് മൊത്തം വർത്തമാനാണ്. എന്റെ കാര്യം ഉറുമ്പിനേക്കാൾ
കാഴ്ചശക്തി ഉണ്ട്, ഇത് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഉറുമ്പ് ഇങ്ങോട്ടെത്താൻ 1-ാം വരയിലെത്താൻ 1 മണിക്കൂർ എടുത്ത് സങ്കല്പിക്കുക. അതേ റൂട്ടിൽ അത് പോവുകയാണെങ്കിൽ 2-ാം വരയിലെത്താൻ 1 മണിക്കൂർ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 മണിക്കൂർ കൊണ്ട് ആ ഉറുമ്പ് അവിടെ എത്തുമെന്ന് ഞാനിവിടെ നിന്ന് തീരുമാനിച്ചു സങ്കല്പിച്ചോളൂ. അങ്ങനെ തന്നെ ഉറുമ്പ് എത്തുകയും ചെയ്തു. എൻ്റെ തീരുമാനം കൊണ്ടല്ല ഉറുമ്പ് അങ്ങനെ എത്തിയത്. നേരെ മറിച്ച് ഉറുമ്പ് അങ്ങനെ എത്തുമെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ തീരുമാനിച്ചതാണ്. ഞാനൊരു 10 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് കരുതുക ദർസിൽ. ഓരോ കുട്ടി എത്ര പഠിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. അവരെ നല്ലോണം ശ്രദ്ധിക്കുന്ന ഒരു ഉസ്താദാണെങ്കിൽ ഏതൊക്കെ ഓരോ കുട്ടി പഠിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. ഞാൻ പരീക്ഷ നടത്തുകയാണ്. പരീക്ഷയിൽ 10 ചോദ്യം ഇടുന്നു. ഓരോ ചോദ്യം ഏതൊക്കെ കുട്ടിക്ക് അറിയാം ഇതുവരെയുള്ള അനുഭവം കൊണ്ട് എനിക്കറിയാം. അപ്പൊ ഞാനിങ്ങനെ പറയുന്നു, എ എന്നറിയുന്ന കുട്ടിക്ക് 100 മാർക്ക്, ബി എന്നറിയുന്ന കുട്ടിക്ക് 90 മാർക്ക്, സി എന്നറിയുന്ന കുട്ടിക്ക് 60 മാർക്ക്, ഡി എന്നറിയുന്ന കുട്ടിക്ക് 40, ബാക്കിയുള്ളവരൊക്കെ തോറ്റു. ഞാൻ എഴുതി വെച്ചു പരീക്ഷയുടെ മുന്നേ. ഈ കുട്ടികളെ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട്. പരീക്ഷ കഴിഞ്ഞു. എ എന്ന് പറഞ്ഞ കുട്ടിക്ക് 100 മാർക്കുണ്ട്, ബി എന്ന് പറഞ്ഞ കുട്ടിക്ക് 90 ഉള്ളൂ, സി കുട്ടിക്ക് 60 ഡിക്ക് 40. ബാക്കിയുള്ളവരൊക്കെ തോക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചത് കൊണ്ടല്ല ഇവരിങ്ങനെ തോറ്റത്. നേരെ മറിച്ച് അവരങ്ങനെ തോക്കുന്ന അറിയുന്നത് കൊണ്ട് ഞാൻ എഴുതി വെച്ചതാണ്. എന്തിനാ എഴുതി അത് വേറെ കാര്യം. അള്ളാഹു എന്തിനാ അങ്ങനെ എഴുതുന്നത്? മലക്കുകളുടെ സൗകര്യത്തിനോ മറ്റോ പല ലക്ഷ്യങ്ങളുണ്ടാവാം. അപ്പൊ ഇന്നതവൻ ഇവൻ ചെയ്തിരിക്കണം എന്നല്ല റബ്ബിന്റെ തീരുമാനം. പിന്നെ അതിനവൻ ഇച്ഛാ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, ഫ്രീ വില്ല് കൊടുത്തിരിക്കുന്നു. ആ ഫ്രീ വില്ല് അനുസരിച്ച് അവൻ നന്മ തിരഞ്ഞെടുത്താൽ അവൻ വിജയിക്കും, തിന്മ തിരഞ്ഞെടുത്താൽ അവൻ തോക്കുകയും ചെയ്യും. പിന്നെ അള്ളാഹുവിന് 2 വിധം തീരുമാനങ്ങളുണ്ട്. ഒന്ന് മുബറമായ അമ്ര, ഒന്ന് മുഅല്ലക്കായ അമ്ര. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സദക്ക കൊടുക്കും, എന്നാൽ അവനൊരു ആക്സിഡന്റ് ഉണ്ടാവില്ല എന്ന് റബ്ബിന് തീരുമാനമുണ്ട്. സദക്കയുടെ മാത്തറിഞ്ഞിട്ട് അവനത് തീരുമാനം എടുത്താൽ ആക്സിഡന്റ് ഒഴിവാവും. ഇന്ന ദിവസം ഖിയാമത്ത് നാളാണ്, അതിന് നമ്മൾ എത്ര സദക്ക കൊടുത്തിട്ടും കാര്യമില്ല, അത് സംഭവിക്കും. അത് മുബറമായ അമ്രാണ്. മനുഷ്യ ജീവിതത്തിൽ പുരോഗതി നൽകാനാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നത്. കാരണം ഈ ഒരു പ്രതീക്ഷ വിജയിക്കാൻ പറ്റും, എൻ്റെ തീരുമാനം അനുസരിച്ചാണ് കർമ്മഫലം എന്ന ബോധം ഉണ്ടാവുമ്പോൾ മനുഷ്യൻ എപ്പോഴും എനർജറ്റിക് ആവും. നേരെ മറിച്ച് യുക്തിവാദികൾ പറയുന്നത് പോലെ ഫ്രീ വില്ലില്ല. തലച്ചോറിൽ എന്തോ രാസപ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് തോന്നുന്നത് നമ്മുടെ ശരീരം നടപ്പിലാക്കുന്നു എന്നാണെങ്കിൽ, ഞാനിപ്പോൾ ഈ ഉസ്താദിനെ കുത്തി കൊന്നാൽ എന്നോട് ചോദ്യം ചോദിക്കാൻ പറ്റൂല. കാര്യം എനിക്കതിലൊരു കൺട്രോളും ഇല്ല. എന്തേ? തലച്ചോറിൽ രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഞാൻ കത്തിയെടുത്ത് കുത്തി. അപ്പൊ ഖദർ ഖലാ എന്ന് പറയുന്ന ഈ വിഷയം വളരെ സിമ്പിളാണ്. അതുള്ളത് കൊണ്ടാണ് മനുഷ്യൻ എനർജറ്റിക് ആവുന്നത്. പക്ഷെ നമ്മളതിൽ കുറെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മളെ ഇന്ന തന്നെ ചെയ്യിപ്പിക്കുക. അങ്ങനത്തെ ഒരു ടീം ഉണ്ടായിരുന്നു, ഖദരിയാക്കൾ എന്ന് പറയുന്ന ടീം. അവരെ എതിർത്ത് തോൽപ്പിച്ച അഹ്ലുസുന്ന അവിടെ എത്തിയത്. അവരുടെ വാദം അതാണ്, കരിയില പോലെയാണ് മനുഷ്യൻ, അപ്പുപ്പന്താടി പോലെയാണ് മനുഷ്യൻ, അങ്ങോട്ട് കാറ്റടിച്ച് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് കാറ്റടിച്ച് അങ്ങോട്ട് വരും. അല്ല, അങ്ങനല്ല. പിന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇച്ഛാ സ്വാതന്ത്ര്യം കൊടുത്തു വിട്ട ആളാണ്. ഇന്നൊക്കെ തെരഞ്ഞെടുത്താൽ അവൻ വിജയിക്കുന്നാണ് അള്ളാഹു തീരുമാനിക്കുന്നത്. അല്ലാതെ ഇന്നതോ തെരഞ്ഞെടുക്കണം, അവൻ തെറ്റേ ചെയ്യാവൂ എന്നല്ല. റസൂൽ പറഞ്ഞത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏത് കുട്ടിയും ജനിക്കുന്നത് നല്ല സ്വഭാവ വിശുദ്ധിയിലാണ് എന്നാണ്. പിന്നെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നന്മ തിരഞ്ഞെടുക്കാം, തിന്മ തിരഞ്ഞെടുക്കാം. തിന്മ തിരഞ്ഞെടുത്താൽ തോക്കുകയും ചെയ്യും, നന്മ തിരഞ്ഞെടുത്താൽ വിജയിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരാൾ കള്ളുടിക്കാൻ വേണ്ടിയിട്ട് കള്ള് പകരുകയാണ്. അപ്പോൾ അവൻ്റെ കൈ വറച്ചിട്ട് കുപ്പി വീഴുകയാണെങ്കിൽ അവൻ കള്ളുടിക്കൂലല്ലോ. അതെങ്ങനെ മുകളിലേക്ക് എത്തിച്ച് ചുണ്ട് തുറക്കണില്ല, ഇങ്ങനെ ബലായി നിന്ന് കഴിഞ്ഞാൽ കള്ളുടിക്കാൻ കഴിയില്ലല്ലോ. വായിലേക്ക് ഒഴിച്ചു, അത് ഇറങ്ങണില്ല, ഇങ്ങോട്ട് തന്നെ ഒമിറ്റ് ചെയ്തു, എന്നാലും കള്ളുടിക്കൂലല്ലോ. കുടിക്കോ? ഇല്ലല്ലോ. പക്ഷെ കള്ള് കുടിക്കാൻ തെരഞ്ഞെടുത്തോൻ കുപ്പിയിൽ പകരുന്നത് അള്ള കൊടുക്കണ കഴിവുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ പകരരുത് എന്നുള്ള അവനോട് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അവന് മാറ്റിയൊക്കെയായിരുന്നു. അള്ള ടോപ്പ് തുറപ്പിച്ചതിലേക്ക് പാഴിപ്പിക്കല്ല ചെയ്യണത്. കുട്ടികൾക്ക് ഔഷധം കൊടുക്കും പോലെ വായൊക്കെ തുറന്നിട്ട് ഈ ഇതൊക്കെ സ്പൂണൊക്കെ ഇട്ട് പൊളിച്ചിട്ട് വാപ്പിയമ്മയും കൂടി ചേർന്നിട്ട് മരുന്ന് ഒഴിക്കണ പോലെയല്ല അള്ളാഹു എന്ത് കൊടുക്കണത്? കള്ളു കൊടുക്കണത്. നേരെ മറിച്ച് കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ള് വായിലേക്ക് ഇങ്ങനെ പൊക്കുമ്പോ ഈ പൊങ്ങാൻ കഴിവെടുക്കണത് അള്ള തന്നെയാണ്. അങ്ങനെ തുറക്കാൻ കഴിവെടുക്കണത് അള്ള തന്നെയാണ്. അള്ള അങ്ങനെ കൂടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തുറവില്ലായിരുന്നു. പക്ഷെ തുറക്കാൻ വിചാരിക്കണത് ആരാണ്? ഈ മനുഷ്യനാണ്. ആ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുക്കാനും അള്ളയാണ് കഴിവെടുക്കുന്നത്. പക്ഷെ
തുറക്കണം എന്നതിനല്ല കഴിവ് കൊടുക്കുന്നത്. പിന്നെയോ വായന്റെ ചലനത്തെ, ചുണ്ടിന്റെ ചലനത്തെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. വേണമെങ്കിൽ തുറക്കാം, വേണമെങ്കിൽ തുറക്കാതിരിക്കാം. എന്നിട്ടും തുറന്നു കുടിച്ചു എന്നുള്ളതാണ് കള്ളു കുടിച്ചതിന് ശിക്ഷ കൊടുക്കാനുള്ള കാരണം. ആ സംവിധാനമൊക്കെ ഉണ്ടായിട്ട് ഒരു ഉസ്താദ് കള്ളു കുടിച്ചില്ല. അതാണ് അയാൾക്ക് ഗുണം കിട്ടാനുള്ള സംവിധാനം. മനുഷ്യന് ചില നിയമങ്ങൾ നിർബന്ധമാണെങ്കിൽ ആ നിയമങ്ങൾ ഏതാവണം. വേറൊരു കൂട്ടർ മനുഷ്യരെ സൃഷ്ടിച്ചതാണെങ്കിൽ അവർക്ക് കുറെ പരിമിതികളുണ്ട്, കുറഞ്ഞ വിവരം ഉണ്ടാവുള്ളൂ, ഭാവി കാലത്തെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ ആരാണ് മനുഷ്യനെ നിയന്ത്രിക്കേണ്ടത്, ആ നിയമങ്ങൾ സംവിധാനിക്കേണ്ടത്? വളരെ ലളിതമായ ഉത്തരമാണ് ഇസ്ലാം പറയുന്നത്. അവൻ അല്ലാഹുവാവണം, നമ്മുടെ സ്രഷ്ടാവണം, സർവജ്ഞനാണവൻ, സർവകാലത്തെ കുറിച്ച് കൃത്യമായി അറിയുന്നവൻ, തുടക്കമില്ലാത്ത ഉണ്മയാണവൻ. മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന്റെ മാനിഫെസ്റ്റോ നിർമ്മിക്കേണ്ടത് മനുഷ്യനെ പടച്ചോനാണ്. ഈ മൊബൈൽ കണ്ടുപിടിച്ച ചങ്ങാതി ആദ്യം ഇതുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അയാൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് മൊബൈലിനെ കാണുന്ന നമ്മുടെ മുമ്പിലുള്ള ഒരാൾ വന്നിട്ട് പറയാം അങ്ങനൊന്നുമല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എത്രമേൽ വിഡ്ഢിയാണ് അയാൾ. മാർക്കോണി റേഡിയോ കൊണ്ടുവരുന്നു, ഇങ്ങനെ പിടിച്ചാൽ സ്റ്റേഷൻ കിട്ടുന്നു, ഇങ്ങനെ കൂട്ടിയാൽ സൗണ്ട് കൂടുന്നൊക്കെ പറയുമ്പോൾ അതൊന്നുമല്ല, സൗണ്ട് കൂടുന്ന പറഞ്ഞതാണ് സ്റ്റേഷൻ എന്ന് പറഞ്ഞതാണ് സൗണ്ട് കൂട്ടുന്ന സാധനം എന്ന് പുറമുള്ളൊരു പൊട്ടം പറഞ്ഞാൽ എന്തുമേൽ വിഡ്ഢിയാണോ? നമ്മളാകുന്ന ഈ ഉപകരണം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മളോട് പറയുന്നത് നമ്മളെ പടച്ച റബ്ബാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മൈ ബോഡി ഈസ് മൈ ചോയ്സ്. പറ്റില്ലെന്ന് റബ്ബ് പറയുന്നു. നിങ്ങളുടെ ശരീരത്തെ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, നിങ്ങൾ കരുതുന്നത് പോലെ ഉപയോഗപ്പെടുത്തിക്കൂടെന്ന് റബ്ബ് പറയുന്നു. അതിന് പിന്നിൽ വലിയ വലിയ ആദർശങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറയണം ആ നിലക്കൊന്നുമല്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. ഞാനൊരു കാറ് മേടിക്കുന്നു. ആ കാറിൽ അതിന്റെ ഇന്ധന ടാങ്കിൽ ഡീസൽ ഒഴിക്കണമെന്നാണ് കമ്പനിയുടെ നിയമം. ഞാൻ പറയാണ് വീട്ടിൽ കുറെ മണ്ണെണ്ണ സ്റ്റോക്ക് ഉണ്ട്, ഞാനതിൽ ഒഴിക്കും എന്ന് പറഞ്ഞാൽ മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്ന് പറഞ്ഞ പോലെ മൈ കാർ ഈസ് മൈ ചോയ്സ് എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ റേഡിയേറ്ററിൽ പണ്ടൊക്കെ വെള്ളം ഒഴിച്ചിരുന്നു, ഇപ്പോ ഗ്രീൻ കളറുള്ള ഒരു ലിക്വിഡ് ഒഴിക്കാറുണ്ട്, ഒരു കൊഴുത്ത ദ്രാവകം. വീട്ടിൽ ഇന്നലത്തെ കഞ്ഞിവെള്ളം ഉണ്ട്, നല്ല കൊഴുപ്പുണ്ട്, ഞാനിത് അങ്ങോട്ട് ഒഴിക്കും എന്ന് പറഞ്ഞാലോ? ഈ കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അത് നിർമ്മിച്ചയാൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വലതുവശത്ത് ചേർന്ന് നിൽക്കുന്ന പെടല ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കാറിന് ഊക്ക് കൂടും, ഇന്ധനം കൂടുതലായി യന്ത്രത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കും. അതിന്റെ സെൻട്രൽ ഒരു പെടലുണ്ട്, അത് ചവിട്ടിയാൽ വണ്ടി നിന്നിരിക്കും. അതിന്റെ ലെഫ്റ്റ് വശത്ത് ഒരു പെടലുണ്ട്, അതിന് ആക്സിലേറ്റർ, അതിന് ക്ലച്ച് എന്നാണ് പറയാ. അത് ഉപയോഗിക്കേണ്ടത് ഇന്ന സമയത്താണ് എന്നൊക്കെ കമ്പനി അതിന്റെ ഒരു ബുക്കിൽ, അതിന്റെ ഒരു ചെറിയ നോട്ടീസിൽ എഴുതി തരുമ്പോ ഒരു പൊട്ടനായ ഡ്രൈവർ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇതിന്റെ കാറാ, ഫുൾ കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ടയോട്ടയായിട്ടിന് ഒരു ബാധ്യതയും നിലനിൽക്കണില്ല, ഇത് ഞാൻ കൂടെ ടാക്സ് കൊടുക്കുന്ന റോഡാണ്, മൈ കാർ ഈസ് മൈ ചോയ്സ്, എൻ്റെ കാർ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മാതിരി ഉപയോഗിക്കുമെന്നൊരു പൊട്ടൻ തീരുമാനിച്ചാൽ ഒരു വളവിൽ അത്യാവശ്യം 90 സ്പീഡിൽ ഇയാൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തുനിന്ന് നിറയെ മെറ്റൽ നിറച്ചിട്ടൊരു വലിയ ലോറി ടോറസ് ഇങ്ങനെ കടന്നു വരുന്നു. അവന് ഇത്തിരി സ്പീഡിലാണ്. രണ്ടുപേരും ഇങ്ങനെ ചുംബിക്കാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് കമ്പനിക്കാരന്റെ നിയമം ഓർമ്മ വരുന്നത്, സെന്ററിലെ പെടല് ആഞ്ഞു ചവിട്ടണം. ഒരു യുക്തിവാദിയായിരുന്നു കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സർവതന്ത്ര സ്വാതന്ത്ര്യനാണ്, എൻ്റെ കാർ, മൈ കാർ ഈസ് മൈ ചോയ്സ്. ഞാൻ ആ വലതുവശത്തിലുള്ള ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടെന്ന് പറഞ്ഞാൽ അതോടെ തീർന്നു അയാളുടെ ജീവിതം. അതോടെ തീർന്നു അയാളുടെ ജീവിതം. എന്തേ, കാർ അയാളുടേതല്ലേ? ആണ്. അയാളല്ലേ കാശ് കൊടുത്തേ? അതും ശരിയാണ്. ടാക്സ് കൃത്യമായി അടക്കുന്നില്ലേ? ആണ്, ഉണ്ട്, ഒക്കെ റെഡിയാണ്. പക്ഷെ അയാൾ ഇഷ്ടം പോലെ അയാളുടെ കാർ ഉപയോഗിക്കാൻ കഴിയില്ല. അവിടെ സെന്ററിലുള്ള പെടൽ ആഞ്ഞു ചവിട്ടണം, വണ്ടി നിൽക്കണം, അല്ലെങ്കിൽ ടോറസിന്റെ ഉള്ളിലേക്ക് ഇത് കയറിപ്പോകും. അത് വലിച്ചെടുക്കാൻ തന്നെ കുറെ ആളുകൾ മെനക്കെടേണ്ടി വരും. വളരെ ലളിതമാണ് ഞാൻ പറയുന്നത്. ഒരു യന്ത്രം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അതിനെ പടച്ചവൻ, അതിനെ സൃഷ്ടിച്ചവനാണ് കൽപ്പിക്കേണ്ടത്. മനുഷ്യനാകുന്ന വാഹനം, ഇത് ശരിക്കും വാഹനമാണ്, ഇത് ശരിക്കും വാഹനമാണ്.
നമ്മുടെ ആത്മാവിന് സഞ്ചരിക്കാനുള്ളൊരിടം മാത്രം. അതുകൊണ്ടാണ് വാപ്പ മരണപ്പെട്ടാൽ അതുവരെ ഉപ്പച്ചി എന്ന് വിളിച്ചിരുന്ന മക്കൾ വിളിമാറ്റുന്നത്, നാട്ടുകാര് വിളിമാറ്റുന്നത്. പിന്നീട് അവരുടെ പ്രയോഗം തന്നെ മാറുന്നത്. രോഗമായി മരണത്തിന് തുല്യം വാപ്പ കിടക്കുമ്പോ വാപ്പനെ കുളിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞിരുന്ന മക്കൾ വാപ്പന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. വാപ്പ എവിടെ? അസ്രായേൽ പോയിട്ടുണ്ട് വാപ്പയുമായി. വാപ്പനെ എപ്പോഴാണ് എടുക്കുക എന്നല്ല ചോദ്യം, വാപ്പയുടെ മയ്യത്ത് എപ്പ എടുക്കുന്നു എന്നാണ്. വാപ്പയെ എപ്പ മറമാടുന്നു എന്നല്ല ചോദ്യം, വാപ്പയുടെ മയ്യത്തപ്പ മറമാടുന്നു എന്നാണ്. ആരായിരുന്നു വാപ്പ? വാപ്പയുമായി അസ്രായേൽ പോയിട്ടുണ്ട്. ആ വാപ്പയ്ക്കും മകനും എനിക്കും നിങ്ങൾക്കും സഞ്ചരിക്കാനുള്ള വാഹനമാണ് ഈ കാണുന്ന ബോഡി. ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തണം? ഇതിലേക്ക് ഏത് വെള്ളം ചേർക്കണം? കള്ളു കുടിക്കരുതെന്ന് മനുഷ്യനെ പടച്ച റബ്ബ്, മനുഷ്യന്റെ ജീവിത രീതിയാവുന്ന മാനിഫെസ്റ്റോ, ദി ലാസ്റ്റ് ടെസ്റ്റമെന്റ്, അവസാന നിയമം, പരിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 90-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നമൽ ഖംറു വൽ മൈസിർ, ഇതിലൂടെ മദ്യം കയറ്റരുത്. കാറിന്റെ ടാങ്കിൽ ഡീസൽ ഒഴിക്കണം, മണ്ണെണ്ണ പാരരുതെന്ന് കമ്പനി പറയുന്നത് പാലിക്കാൻ നാം തയ്യാറാകുന്നുണ്ടോ? മനുഷ്യനെ പടച്ച റബ്ബ് പറയുന്നു ഇതിലൂടെ മദ്യം കയറ്റരുതെന്ന്, അത് പാലിക്കാനും നമ്മൾ നിർബന്ധിതരാണ്. കാറ് 2 ആഴ്ച നമ്മൾ ഇട്ടു പോകില്ല. ഉംറക്ക് പോകുമ്പോ അയൽവാസിനെ ഏൽപ്പിക്കും, നീ അതൊന്ന് കൊണ്ടുവന്നിട്ട് ചാട്ടാക്കി വെക്കണം എന്ന്, അല്ലെങ്കിൽ ബാറ്ററി ഇറങ്ങിപ്പോകുന്നു. ഈ വാഹനം ഇങ്ങനെ തന്നെ നിടക്കരുത്, 5 നേരം കുനിയണം, ഓരോ സന്ധിയൊക്കെ നടക്കണം എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും. അത് ചെയ്യേണ്ടി വരും. ഇടക്കിടക്ക് നമ്മുടെ ഓയിലും അതിലുള്ള വസ്തുക്കളൊക്കെ ഒന്ന് മാറ്റണം എന്ന് കമ്പനി പറയുമ്പോ ഓയിൽ ചേഞ്ചിന് മനുഷ്യൻ നിർബന്ധിതനാകുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള സംഗതികളൊക്കെ ഒന്ന് പോട്ടെ, ഇടക്കിടക്ക് നോമ്പെടുക്കണമെന്ന് മനുഷ്യനോട് റബ്ബ് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ആ നിയമസംഹിതയാണ് ഇസ്ലാം. മനുഷ്യനെ പടച്ചവൻ മനുഷ്യൻ ജീവിക്കാൻ എങ്ങനെയൊക്കെയാണ് മാർഗങ്ങളെന്ന് പറഞ്ഞു തന്ന വിശുദ്ധമായ ആദർശം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, വലുന്നിലാഹിയുൻ, ദൈവികമായ സംവിധാനം. ഇതിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളെല്ലാവരും. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണവക്രത്തിൽ തന്റെ മക്കളെയെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് നടത്തുന്ന ഒരു ഉപദേശം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 130 മുതലുള്ള വചനങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. അം കുൻതും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനി, മക്കളോട് യാക്കൂബ് നബി മരണ സന്ദർഭത്തിൽ പറഞ്ഞു, മാ തഅബദൂന മിൻ ബഅദി ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ, മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഇനി മുസ്ലിങ്ങളായിട്ട് വേണം മരിക്കാനും, ഇടക്ക് വെച്ച് വ്യതിചലിക്കരുത്, എക്സായി പോകരുത്, മുസ്ലിമായിട്ട് തന്നെ വേണം മരിക്കാനും. അവിടുന്ന് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, എനിക്കു ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? നഅബുദു ഇലാഹക് വഇലാഹ ആബായിക് ഇബ്രാഹിം വഇസ്മാഈൽ വഇസ്ഹാഖ് ഇലാഹം വാഹിദ, അങ്ങ് പഠിപ്പിച്ച ഇലാഹിനെ, അങ്ങയുടെ പിതാവാകുന്ന ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും പഠിപ്പിച്ച ഇലാഹിനെ, ഏകനാം അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കും. ആ മക്കളുടെ സന്തോഷപൂർവമുള്ള മറുപടി കേട്ട് സായുജ്യത്തോടു കൂടെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം മരണപ്പെടുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ ഡൗട്ട്, അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ പടക്കാനോ ഒരു സൃഷ്ടാവുണ്ടോ? അങ്ങനെ അള്ളാന്ന് പറഞ്ഞൊരാളൊക്കെ ഉണ്ടോ? കുറച്ച് ദാർശനികമായ വിഷയമാണത്, ശ്രദ്ധാപൂർവം കേൾക്കണം. കുറെ ആളുകള് അള്ളാഹുവിനെങ്ങനെ ലാബിലൊന്നും കൊണ്ടുപോയാൽ പരിശോധിച്ചാൽ കിട്ടൂല എന്നാ പറയുന്നത്. സയന്റിസം എന്നാണ് അതിന് പറയാം, ശാസ്ത്രമാത്രവാദം. അതായത് ആധുനിക ശാസ്ത്രം തെളിവ് സഹിതം തെളിയിച്ച ഒന്നേ വിശ്വസിക്കൂ. ഒരു വലിയ അബദ്ധമാണിത്. കാരണം ആധുനിക ശാസ്ത്രം പോലും നിലനിൽക്കുന്നത് സയന്റിഫിക്കായ ആർഗ്യുമെന്റുകളുടെ മുകളിലല്ല, നേരെ മറിച്ച് പല ഊഹങ്ങളുടെയും തത്വങ്ങളുടെയും മുകളിലാണ്.
ലോകത്ത് എല്ലായിടത്തും നടന്നോ? സർ ഐസക് ന്യൂട്ടൻ ആപ്പിള് താഴേക്ക് വീണുണ്ടോ എന്ന് നോക്കിയിട്ട് അയാൾ എവിടെ വരുന്നപ്പോൾ തരുന്നാണ് കഥ. അപ്പൊ അയാൾക്ക് ബോധമായി, ആ ലണ്ടനിൽ ആപ്പിള് താഴേക്കാണ്, എന്നാൽ അമേരിക്കയിലോ അടുത്ത ഫ്ലൈറ്റിന് കയറാം, അവിടെ പോയേക്കാം. അവിടെ പോയി നോക്കി, ഓ ഇവിടെയും കൊള്ളാം, ഇവിടെ ആപ്പിള് താഴേക്കന്നെ. ഇനിയിപ്പോ ആഫ്രിക്കയിൽ എന്തായിരിക്കും? അവിടെ പോയി നോക്കുക, അവിടെ ചെന്ന് നോക്കുമ്പോണ്ട് തേങ്ങയും ചക്കൊക്കെ താഴേക്ക് വീണ്, അതും അയാൾ ഉറപ്പിച്ചു. ഇപ്പൊ ഇന്ത്യയിൽ വരണല്ലോ, നമ്മുടെ കോമാങ്ങയും നമ്മുടെ പഴഞ്ചക്കൊക്കെ താഴേക്കന്നെ വീണ് അയാൾക്ക് ബോധ്യായി. ഇങ്ങനെ വല്ല പരിശോധന അയാൾ നടത്തിയോ? ഇല്ല. ആപ്പിള് വീണപ്പോൾ ഈ കോമൺ സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ വീഴുമെന്ന് അയാൾ ഊഹിച്ചെടുത്തു. ഇത് സയന്റിഫിക് ആയ എവിഡൻസ് അല്ല. നമ്മുടെ മിർഖാത്ത് പോലെയുള്ള ഷറഹുത്തദീബ് പോലെയുള്ള മന്തിഖിന്റെ കിതാബിലൊക്കെ പറയുന്ന ഇസ്തിഖ്റാ എന്ന് പറയുന്ന സംഗതിയാണിത്. ഇസ്തിഖ്റാ കുറേയേറെ ഭാഗങ്ങളെ പരിശോധിച്ച് പൊതുവായൊരു ഹുക്കുമ് നടത്തുക. അപ്പൊ ഇന്നെല്ലാവരും ഗ്രാവിറ്റി എന്ന സിദ്ധാന്തം വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ ഭൂമി സ്ഥൂല വസ്തുക്കളെ അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് മേലക്കിട്ട പന്ത് താഴേക്കന്നെ വരുന്നത്. പക്ഷെ ലോകത്ത് എല്ലായിടത്തും നടന്ന് പരീക്ഷണം നടത്തിയിട്ടല്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇതിന്റെ ഉപജ്ഞാതാവുന്ന സർ ഐസക് ന്യൂട്ടൻ എത്തുന്നത്. ഇത് ശാസ്ത്രീയ തിയറിയാണ്. ഗ്രാവിറ്റേഷൻ കണ്ടുപിടിക്കുന്നത് താത്വികമായൊരു സംവിധാനമാണ്. അല്ലെങ്കിൽ സയന്റിഫിക് ആയ കാര്യങ്ങൾ കൊണ്ട് മാത്രം ഒരു ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാൽ മാത്രമേ ഒന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റൂ. ഇപ്പൊ ഫറോവ ജീവിച്ചിരുന്നു, അറ്റ്ലീസ്റ്റ് ഗാന്ധിജി ജീവിച്ചിരുന്നു. അതിനെന്താണ് ശാസ്ത്രീയമായ എവിഡൻസ്? ഗാന്ധിജിനെ കണ്ട കുറെ ആൾക്കാർ അത് രേഖപ്പെടുത്തി പറഞ്ഞു തന്നു. അവരെ കണ്ടവരും പറഞ്ഞത് കേട്ടവരും പിന്നെ നമ്മളോട് പറഞ്ഞു തന്നു. ഇങ്ങനെ അല്ലാതെ ഗാന്ധിജി ജീവിച്ചു എന്നുള്ളതിന് എന്താ സയന്റിഫിക് ആയ എവിഡൻസ്? എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഹിറ്റ്ലർ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, കുറെ ജൂതന്മാരെ കൊന്നിരുന്നു. എന്താ തെളിവ്? എന്താണ് തെളിവ്? ഹിറ്റ്ലറിന്റെ ഏതെങ്കിലും ഒരു ശരീരഭാഗം ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാൽ അത് ഹിറ്റ്ലറിൻ്റെതാണെന്ന് മനസ്സിലാവോ? മക്കയുണ്ട്, നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു? അമേരിക്കയുണ്ടെന്നും അമേരിക്കക്ക് ഒരു വാഷിംഗ്ടൺ പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ് ഒരു തലസ്ഥാനമുണ്ടെന്നും നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു? ജപ്പാനിൽ നിന്ന് കുറെ മണ്ണ് വാരി കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ ലാബിലിട്ട് പരിശോധിച്ചാൽ ജപ്പാന്റെ ക്യാപിറ്റൽ ടോക്കിയോ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു. എന്താ തെളിവ്? എന്താണ് തെളിവ്? ഞാൻ എൻ്റെ മക്കളെ കൂട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കുന്നത് തെളിവാണോ? അത് അഭിനയിക്കുകയാണെങ്കിലോ മഹാഭാരതത്തിലൊക്കെ അല്ലേ ധൃതരാഷ്ട്രർ ഭീമസേനനെ ഒരു കൂട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കൽ? നശിപ്പിക്കലായിരുന്നു അത്ര അദ്ദേഹത്തിന്റെ താല്പര്യം. കൂട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തത് കൊണ്ട് സ്നേഹമുണ്ടെന്ന് മനസ്സിലാവോ? ഇല്ല. വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനെ സോപ്പടിച്ച് കൂട്ടിപ്പിടിച്ച് ഒരു കിസ്സൊക്കെ നടത്തിയും സങ്കല്പിക്കുക. അത് സ്നേഹം കൊണ്ടാണെന്ന് എങ്ങനെ തീരുമാനിക്കുക? നാട്ടിൽ പോകാനും വീട്ടിൽ പോകാനുള്ള സമ്മതം കിട്ടാനാണെങ്കിലോ? പോട്ടെ, ഞാൻ എൻ്റെ 2 മക്കളെയും സ്നേഹിക്കുന്നു, 2 മക്കളെയും ഈക്വലായി ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളതിന് സയന്റിഫിക്കായി എന്ത് എവിഡൻസ് ഉള്ളത്? അല്ലെങ്കിൽ ഞാൻ എത്രമാത്രമാണ് അവരെ സ്നേഹിക്കുന്നത് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവുക? ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാവുന്നത്? ദുഃഖിക്കുന്നുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാവുന്നത്? കണ്ണിന്ന് വെള്ളം വന്നാൽ ദുഃഖിക്കാൻ മനസ്സിലാവോ? സന്തോഷത്തിനും കണ്ണിന്ന് വെള്ളം വരൂലേ? സയന്റിഫിക്കായ എവിഡൻസ് കൊണ്ട് മാത്രമേ ഒരു കാര്യം അംഗീകരിക്കൂ എന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് ഒന്ന്. രണ്ടാമത്തെ കാര്യം പറയാം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായി ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്ന സംവിധാനം. പിന്നെ എങ്ങനെ പ്രപഞ്ചാതീതനായ റബ്ബിനെ പഠിക്കാൻ അതുകൊണ്ട് ഉപയോഗപ്പെടുത്തുക? ഓരോന്നിനും ഓരോ മാനദണ്ഡല്ലേ. ഡോക്ടറെ അടുത്ത് പോയാൽ സ്റ്റെതസ്കോപ്പ് എടുത്ത് നെഞ്ചത്ത് വെക്കും, നമ്മുടെ ഹാർട്ട് ബീപ്പ് എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ. പനി നോക്കാൻ അതുകൊണ്ട് പറ്റുമോ? ഇല്ല. അയാൾ തെർമോമീറ്റർ എടുത്തിട്ട് വായാലോ മറ്റോ വെച്ച് തരും. എന്തത്ര വലിയൊരു സ്റ്റെതസ്കോപ്പ് ഉണ്ടായിട്ട് പനി നോക്കാൻ ഒരു കുഞ്ഞു സാധനം എന്ന് ചോദിക്കാൻ പറ്റുമോ? പനി നോക്കണമെങ്കിൽ ഈ സ്റ്റെതസ്കോപ്പ് പറ്റില്ല, അതിന് തെർമോമീറ്റർ വേണം. എന്നാൽ ഹാർട്ടിന്റെ ബീപ്പ് നോക്കാൻ ഈ തെർമോമീറ്റർ കൊണ്ട് പറ്റില്ല, അതിന് സ്റ്റെതസ്കോപ്പ് വേണം. നമ്മളാരും റേഷൻ കടയിൽ പോയിട്ട് 4 മീറ്റർ മണ്ണെണ്ണ വേണമെന്ന് പറയാറില്ല. അതല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് പോയിട്ട് എനിക്കൊരു ജുബ്ബ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ലിറ്റർ തുണി വേണമെന്നും പറയാറില്ല. എന്താ കാര്യം? ലിറ്റർ എന്നത് വേറൊരു വിധം അളവ് മാനദണ്ഡമാണ്, മീറ്റർ എന്നത് മറ്റൊരു ക്രമമാണ്.
അപ്പൊ ഓരോന്നിനെയും അളക്കാനുള്ള വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങളുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷിച്ച് പരീക്ഷണം നടത്തി നിരീക്ഷണം നടത്തി പിന്നെയും പിന്നെയും ചർച്ച ചെയ്ത് മാറ്റി പിന്നെയും തിരുത്തിയൊക്കെ തീരുമാനമെടുക്കാനുള്ളതാണ് ശാസ്ത്രം എന്ന് പറയുന്ന സംഭവം. പ്രപഞ്ചാതീതനായ റബ്ബിനെ അളക്കാൻ ഈ ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ കൊണ്ട് സാധ്യമല്ല. മാലാഖയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ ശാസ്ത്രത്തിന്റെ നിയമം കൊണ്ട് സാധ്യമല്ല. സ്വർഗവും നരകവും കണ്ടെത്താൻ ഈ ശാസ്ത്രത്തിന്റെ നിയമം കൊണ്ട് സാധ്യമല്ല. പ്രപഞ്ചാതീതനായ റബ്ബിനെ ശാസ്ത്രം കൊണ്ട് തെളിയിക്കണം എന്ന് പറയുന്നത് ശാസ്ത്രത്തെക്കുറിച്ച് പോലും ഒരു ബോധമില്ലാത്തതിന്റെ കാരണം കൊണ്ടാണ്. ഇങ്ങനെ വരുമ്പോ എന്റെ സ്നേഹത്തെക്കുറിച്ച് പോലും ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റൂലെങ്കിൽ, ഒരു മനുഷ്യന്റെ വിചാരങ്ങളെ ശാസ്ത്രം കൊണ്ട് അളക്കാൻ പറ്റില്ലെങ്കിൽ, ശാസ്ത്രം ഇത്രമേൽ പുരോഗമിച്ചിട്ടും ഈ പ്രപഞ്ച രഹസ്യങ്ങളിൽ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ അനാവരണം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂവെങ്കിൽ, ഏതൊരു സംഗതിക്കും ഒരു കാരണമുണ്ടെന്ന് നമ്മുടെ മുന്നിൽ ശാസ്ത്രം തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ മഹാപ്രപഞ്ചത്തിനൊരു കാരണമില്ലെന്ന് അങ്ങനെ തന്നെ അന്ധവിശ്വാസം നടത്തണമെന്ന് നിർബന്ധിക്കുകയാണ് മതവിരുദ്ധരായ ആളുകൾ. ഒരു 4 ദിവസം മുന്നേ സ്റ്റേജ് ഇവിടെ അല്ലായിരുന്നു. പിന്നീട് ആരൊക്കെയോ നമ്മുടെ പ്രവർത്തകർ ചേർന്ന് സ്റ്റേജ് നിർമ്മിച്ചപ്പോൾ അതുണ്ടായി. ഈ ഭൂമിയിലുള്ള ഏതേത് വസ്തുവും അതുണ്ടാവാൻ, രൂപപ്പെടാൻ, എത്തിച്ചേരാൻ ഒരു കാരണം വേണം. ഈ കാരണത്തെ, ആത്യന്തികമായ കാരണത്തെ നിഷേധിക്കുകയാണെങ്കിൽ ശാസ്ത്രത്തിന് പോലും പിന്നെ നിലനിൽക്കാൻ കഴിയില്ല. നന്നായിട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. ആപ്പിള് താഴേക്ക് വീണപ്പോൾ എന്തുകൊണ്ട് താഴേക്ക് പോന്നു എന്ന് സർ ഐസക് ന്യൂട്ടൻ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ശാസ്ത്രത്തെ ഒരു കാലത്ത് മുന്നോട്ട് നടത്തിയ ഗ്രാവിറ്റി എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് നമുക്ക് പിടുത്തം കിട്ടൂല. തന്റെ ചെറുപ്പത്തിൽ അമ്മ ഈ ഒഴിച്ചു കൊടുക്കാൻ വാലുള്ള ആ ഒരു ടൈപ്പ് പാത്രം, ഞങ്ങളാ ഭാഗത്തൊക്കെ കിണ്ടി എന്നാണ് പറയുന്നത്, അതുപോലെയുള്ള ആ സാധനത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചപ്പോ അതിന്റെ ഈ വാലിലൂടെ പുകങ്ങനെ ആവി പുറത്തു വരുന്നത് കണ്ടപ്പോഴാണ് കൗതുകം തോന്നിയിട്ട് തോമസ് ആൽവാ എഡിസൺ അവിടെ കുറച്ച് കടലാസൊക്കെ വെച്ചിട്ട് അമർത്തി പിടിക്കണത്. അതോടുകൂടെ അതിന്റെ അടപ്പ് ഇങ്ങനെ ടപ്പ് 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 നിളകാൻ തുടങ്ങി. പിശാച്ചാന്ന് കരുതിയിട്ട് അയാൾ ആദ്യം ഓടി. പിന്നെ അയാൾക്ക് ഇങ്ങനെ തോന്നി, ഇത് തുറന്നു നടക്കുമ്പോൾ കയറാത്ത പിശാച്ച് എങ്ങനെ അടച്ചു വെച്ചപ്പോൾ കയറിയത്. അയാൾ ധൈര്യം സംഭരിച്ച് ഇങ്ങനെ വന്നു അതിൻ്റെ അടുത്തേക്ക്. അപ്പോഴാണ് നീരാവിയുടെ ചലനം കൊണ്ടാണിത്, സമ്മർദ്ദം കൊണ്ടാണിത് പിടക്കണത് എന്ന് അയാൾക്ക് മനസ്സിലായത്. ആ ഒരു അനുഭവത്തിൽ നിന്നാണ് അയാൾ ആവിയന്ത്രം കണ്ടുപിടിക്കുന്നത്. ആ ആവിയന്ത്രമാണ് പിന്നീട് കൽക്കരി യന്ത്രമായി മാറിയത്. പിന്നീട് നമ്മളൊക്കെ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാറും ജീപ്പും തീവണ്ടിയും മറ്റു വാഹനങ്ങളുമായി മാറിയത്. എന്തുകൊണ്ട് പുക അടച്ചു വെച്ചപ്പോൾ അടപ്പ് കുലുങ്ങി എന്നതിന്റെ കാരണം തോമസ് ആൽവാ എഡിസൺ അന്വേഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നും നമ്മൾ കാളവണ്ടി യുഗത്തിലാകുമായിരുന്നു. ഏത് സംഗതിക്കും ഒരു കാരണം വേണം. വെറുതെ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. ഞാനിന്നിങ്ങനെ ട്രെയിനിന് വരുമ്പോ അവിടെ ഒരു ചെറിയ ഇരുമ്പിന്റെ കഷ്ണം ഉണ്ടായിരുന്നു, ചെറുത്. ഞാനിങ്ങനെ നോക്കി നിൽക്കുക, അതിങ്ങനെ നീണ്ടു വന്നു. അഗ്രഭാഗം കൂർത്തു മുനയുള്ളതായി. മറുവശത്ത് ചെറിയൊരു ഹോള് വന്നു. അതൊരു സൂചിയായി യാദൃച്ഛികമായി മാറി എന്ന് പറഞ്ഞാൽ, ഇതുവരെ ആയത്തോ ഹദീസൊക്കെ പറഞ്ഞ മൂല്യത പച്ചക്കള്ളം പറയുന്നു എന്ന് നിങ്ങൾ വിലയിരുത്തും. അധികം സാങ്കേതിക വലിയ ഈ ഒരു ശാസ്ത്ര വിജ്ഞാനമൊന്നും വേണ്ട. ഒരു സൂചിനെ അങ്ങോട്ട് അടിച്ചു നീട്ടി ബാക്കിൽ ദ്വാരം നിർമ്മിച്ച് അതിനെ ഉപയോഗപ്രദമാക്കാൻ തീരെ സാങ്കേതികത്വം വേണ്ടാത്ത ആ ഒരു സംഗതി പോലും വെറുതെ നിർമ്മിക്കപ്പെട്ടു, വെറുതെ യാദൃച്ഛികമായി രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത നമ്മളാണ് വലിയ വലിയ രഹസ്യങ്ങളുടെ അനന്തമായ സംവിധാനമാകുന്ന ഈ മഹാപ്രപഞ്ചം സ്വന്തം രൂപപ്പെട്ടു എന്ന് വിശ്വസിക്കേണ്ടത്. ഈ ഭൂമിയിൽ ഒരു ചെറിയ സാധനം പോലും സ്വന്തം ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നവർ തന്നെ അതെല്ലാം കൂടെ ചേർന്ന ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ നമ്മൾ നിർബന്ധിപ്പിക്കുക.